ഒറ്റയ്ക്കല്ല. സാനു അല്ല പിള്ളേർ ആവശ്യമില്ലാത്ത സാധനം ഓരോ സ്ഥലത്ത് കൊണ്ടുവയ്ക്കും. അത്ര വലിയ വായൊന്നും അറിയിക്കണ്ട. മുഴുവൻ പറയണമായിരുന്നു. എന്ത് പറയണം, ആര് പറയണം? കുരുത്തക്കേട് അൺലിമിറ്റഡ് ആണ്, എന്ത് സംഭവിക്കാം. How did you manage to romance in front of a camera? കുട്ടിയുടെ മുഖത്ത് കണ്ടത് എന്റെ ഭാര്യ മാത്രമാണ്. അശോക എന്താ നിന്നെ അല്ലടാ മോനെ അശോക. കുട്ടിമാമ എന്നെ വിളിച്ചോ? എനിക്ക് ഇയാളെ അറിയാം, കോളേജിൽ വെച്ച്. അന്ന് ഇയാളുടെ പേര് മണികണ്ഠനായിരുന്നു. ഇവിടെ ചെവുക്കുറ്റി നോക്കി ഒരു ഒറ്റ ആക്കിയിരുന്നു. കുരുത്തക്കേട് അൺലിമിറ്റഡ്, പവർഡ് ബൈ സുവിക്സ് കിഡ്സ് വെയർ, co-powered by Fruitumans. ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആണ്. എല്ലാ മലയാളികളും ഉറ്റുനോക്കുന്ന ഒരു ദിവസമാണ്, മകരവിളക്കാണെന്ന്. അതുകൊണ്ട് തന്നെ ഇന്നൊരു വളരെ സ്പെഷ്യൽ ദിവസമാണ്. കട്ടുറുമ്പിൽ ഇന്നത്തെ പ്രോഗ്രാംസും ഒക്കെ സ്കിറ്റുകളും എല്ലാം കുറച്ച് വ്യത്യസ്തമായിരിക്കും. അതിനോട് അനുബന്ധിച്ച് ഞങ്ങൾ കുറേ പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ട്. ബട്ട് ബിഫോർ വി മൂവ് ഓൺ, we need to invite permanent judge ആയ ശ്വേത ചേച്ചിനെ വിളിക്കാം. ശ്വേത ചേച്ചി, ശ്വേത ചേച്ചി, you're looking gorgeous today. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഔട്ട്ഫിറ്റ്. ഇന്നൊരു സർപ്രൈസ് ഉണ്ട്. ഇന്ന് മകരവിളക്ക്. സോറി, അല്ല, വേറൊരു സർപ്രൈസ് ഉണ്ട്. അതെന്താന്ന് വെച്ചാല് സത്യം പറഞ്ഞ നമ്മൾക്ക് കാണാം. ഓക്കെ, സോ ആ വീഡിയോ പോൾ നോക്കൂ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കളിച്ചിരുന്ന മലയാളി താരവും ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ കളിച്ച ആദ്യ മലയാളി താരവുമാണ് ശ്രീശാന്ത്. തീ പറക്കുന്ന യോർക്കറുകൾ കൊണ്ട് എതിരാളികളെ പുറത്താക്കുന്ന ശ്രീശാന്ത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ക്ഷുഭിത യൗവനമായിരുന്നു. ക്രിക്കറ്റിനപ്പുറം ശ്രീശാന്ത് ബ്രേക്ക് ഡാൻസ് താരവുമാണ്. ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലെ മിന്നുന്ന പ്രകടനങ്ങൾക്ക് ശേഷം ടീം 5 എന്ന മലയാള ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലും മിന്നുന്ന താരമാകുന്നു. കായിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും കലാരംഗത്തും മികവ് തെളിയിച്ച കേരളത്തിന്റെ സ്വന്തം ശ്രീ കുറുമ്പും കുസൃതികളുമായി മൈതാനം നിറഞ്ഞു കളിക്കുന്ന കുട്ടിപ്പടയുടെ ബാറ്റിന്റെ ചൂടറിയാൻ എത്തുന്നു. കട്ടുറുമ്പിന്റെ ഈ വേദിയിലേക്ക് ശ്രീശാന്തിന് സ്നേഹസ്വാഗതം. കട്ടുറുമ്പിൽ വന്നിട്ട് ആദ്യമായിട്ട് നമ്മൾ കുറച്ച് കളേഴ്സ് കണ്ടു തുടങ്ങാൻ പോവുകയാണ്. ലെറ്റ്സ് ഇൻവൈറ്റ് നമ്മുടെ വൺ ആൻഡ് ഓൺലി ശ്രീശാന്ത്. Oh my God, ശ്രീശാന്ത്, how are you? വളരെ നന്ദി.
കട്ടുകൊമ്പിൽ എന്നെ വിളിച്ചതിനും എന്നെ ഇവിടെ He's a rapper, man. What's up, Sri? How are you? നമ്മള് വളരെ എക്സൈറ്റഡ് ആണ്. യെസ്, തീർച്ചയായിട്ടും. ഒരുപാട് മെമ്മറീസ് അതെ, എത്ര ഞാൻ ഇപ്പോൾ അത് കണ്ടപ്പോഴാണ് നമ്മുടെ സ്റ്റാർ ചലഞ്ച് വളരെ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എനിക്ക് ഇപ്പോഴും ഓർമ്മ എൻ്റെ ഫസ്റ്റ് ടേക്കിലൊക്കെ ചേത ചേച്ചിയാണ് എനിക്ക് പറഞ്ഞു തന്നത്, ഇതാണ് കേട്ടോ പറയേണ്ടത്, ഇങ്ങനെയാണ് ഹോസ്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പം ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ഓൾവേസ് താങ്ക്സ് ടു ഫ്ലവേഴ്സ്. എന്തായാലും ശ്രീശാന്ത്, ബട്ട് യു നോ വാട്ട് ഐ ഹാവ്, യു നോ ഫസ്റ്റ് തിങ് ഞാൻ ഈ മറ്റേ വീഡിയോ വാളിൽ കണ്ടപ്പോ ശ്രീശാന്തിന്റെ റൊമാൻറ്റിക് നിക്കി ഗിൽറാനി, അതെ, നിക്കിന്റെ കൂടെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ചിരി വന്നു. നോട്ട് അറ്റ് ഓൾ, ബിക്കോസ് I find him very shy guy. Yeah, So he is very shy. Yeah. How did you manage to romance in front of a camera? എങ്ങനെയാണ് ഇത്രയും നാണമുള്ള ഒരാള്? നിക്കിയുടെ മുഖത്ത് കണ്ടത് എന്റെ ഭാര്യയെ മാത്രമാണ്. അപ്പൊ ആ ഒരു നമ്മൾ പറയില്ലേ, ഈ ഒരു ഡയലോഗ് ആണ് എല്ലാ റിയാക്ഷൻ ചെയ്യണം എന്നല്ല പറയണ, അല്ല ചേച്ചി, എല്ലാ ചേച്ചി ഉൾപ്പെടെ എല്ലാരും പറയുന്നത്. അതുകൊണ്ട് എന്റെ ലൈഫിൽ എക്സ്പീരിയൻസിൽ എനിക്ക് Because when I saw that shot, I found it really funny because I wanted to see what all happened behind that shot. എത്ര കഷ്ടപ്പെട്ടു. ഒരു ഡയറക്ടർ would have cried to you, അല്ലേ? ഇതൊന്നും കേൾക്കണ്ട. കുറെ കഷ്ടപ്പെട്ടു, സത്യം പറയല്ലോ. അതും സുരേഷ് ഗോവിന്ദാണ് ഡയറക്ടർ. രാജ്ഭായിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ഇവൻ കുറെ കുട്ടികളുടെ പുറകെ നടന്നിട്ടുള്ള എന്നൊക്കെ പറഞ്ഞാണ് രാജ്ഭായ്. പക്ഷെ എനിക്കെല്ലാം അറിയുള്ളൂ വാസ്തവം. പേടിയായിരുന്നു ചെറുപ്പം മുതൽ. പക്ഷേ ഞങ്ങളുടെ സീൻസ് ഒക്കെ ഈസിയാണ്, ബിക്കോസ് ഞാൻ ശ്രീശാന്തിന്റെ അനിയത്തിയായിട്ടാണ്. അങ്ങനെ തന്നെ നമുക്ക് വേണം. അപ്പൊ ഞങ്ങൾ ഫുൾ ടൈം നമ്മള് കമ്പനി അടി, അങ്ങോട്ടും ഇങ്ങോട്ട് വഴക്കുണ്ടാക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു സെറ്റിലും ഓൺ സ്ക്രീൻ. പേളിയാട്ടോ, സിനിമയുടെ നായകനും നായികയും എല്ലാം പേളിയാണ്. അതെന്താ അങ്ങനെ പറഞ്ഞത്? അങ്ങനല്ലേ, അല്ല, ഫുൾ ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നത്. നമ്മൾ ഭയങ്കര അപ്പോഴാണ് നമ്മൾ ശരിക്കും വൈബ് ചെയ്തത്, അല്ലേ? But I want you both to dance or something. No, I want you both to dance because നിങ്ങൾ എന്തായാലും പടം വരുന്നുണ്ട്, നിങ്ങൾ എന്തായാലും പ്രൊമോട്ട് ചെയ്യണം. അപ്പൊ ഈ വേദിയിൽ തന്നെ വെച്ചിട്ട് എന്താ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാത്തത്? ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്കിനി പ്രോഗ്രാം തുടങ്ങാൻ സമയം കുരുത്തക്കേട് അൺലിമിറ്റഡ് ആണ്, എന്ത് സംഭവിക്കാം. ബട്ട് പ്രേക്ഷകർ ഇന്ന് വളരെ എക്സൈറ്റഡ് ആണ് ബിക്കോസ് ശ്രീശാന്ത് ഇന്ന് ഒറ്റയ്ക്കല്ല. അല്ല, കട്ട്റൂമിന്റെ സ്റ്റേജിൽ വരുമ്പോ നമുക്ക് എപ്പോഴും നമ്മളുടെ കട്ട്റൂമ്പ് വരണം. അപ്പൊ കട്ട്റൂമ്പ് എവിടെ? എന്റെ കൊച്ചു കട്ട്റൂമ്പ് ദേ ഇപ്പൊ വരുവേ. സാൻവിക, സാനു, കബാലിഡ, എക്സ്ക്യൂസ് മീ. ഹായ് ശ്രീശാന്ത്. ശ്രീശാന്തോ? ആ, ഫ്രീക്കനായി വിളിക്കുമ്പോ ശ്രീശാന്ത് എന്നാണല്ലോ. പേര് ശ്രീശാന്ത് അല്ലേ? ആ, ഞാൻ ഫ്രീക്കനായിട്ട് വിളിക്കും ശ്രീശാന്ത് എന്നാണ്. എന്താ ഇവിടെ ആരാ മനസ്സിലായില്ല? ഡാഡി. ആരുടെ ഡാഡി? ഇവിടെ ഏതെങ്കിലും കുട്ടികളുടെ ഡാഡിയാണോ? കുട്ടികളുടെ ഡാഡി ഒന്നല്ല, കുട്ടികളുടെ ഡാഡി അവിടെ നിന്ന് കല്യാണം കഴിക്കണ്ടേ? പിന്നെ ഡാഡി, ഡാഡി വനജ. ഡാഡി ഡാഡി ഗിരിജ എന്നല്ലേ? അതുവേ ഇത് റേ. അതെന്താ ഈ പെണ്ണുങ്ങളുടെ പേരിട്ടത് വനജ എന്നൊക്കെ? അതെ, എന്റെ അച്ഛനും അമ്മയ്ക്ക് ആഗ്രഹം ഒരു പെൺകുട്ടി ജനിക്കണം എന്നായിരുന്നു. അപ്പൊ ജനിച്ചു പോയപ്പോ ആണായി. അപ്പൊ അച്ഛൻ ഇട്ട പേരാണ് വനജ. അപ്പൊ ഡാഡി വനജ. എന്തൊരു തത്വചിന്തകൻ. പിന്നെ ഈ സാധനത്തിന് നിങ്ങൾ ഇറക്കുമതി ചെയ്തല്ലേ? അതെ. എന്ത്? ഇത് നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ആണ്. മര്യാദയ്ക്ക് സംസാരിച്ചോണം. നിങ്ങൾ ഇറക്കുമതി ചെയ്തോണ്ട് എന്നെ കുട്ടികൾ ഇറക്കുമതി ചെയ്താണ്. കുട്ടികൾ ഇറക്കുമതി ചെയ്തു? എന്തിനാ? നിങ്ങളൊന്ന് ഒന്ന് ഒന്ന് കുനിഞ്ഞേ. കുനിയെന്ന് എത്ര ചാടൊന്നും വേണ്ട, കുനിയേ. ഇങ്ങനെ പിടിച്ചില്ലേ? ചേട്ടാ ഒരു കാര്യം ചെയ്യും, ആഴ്ചയിൽ 150 രൂപയാണ്. എന്നിട്ട് എന്നെ വീട്ടിൽ കൊണ്ടേക്കോ. ഡംബിൾസ് ആയിട്ട് ഇങ്ങനെ ഉപയോഗിക്കാം. ദൈവമേ, പണി ഞാൻ ചോദിച്ചു മേടിച്ചാ. സൂരജ് അങ്ങോട്ട്. സൂരജ് ഒന്ന് ഡൗൺ ആവൂ പ്ലീസ്. കുഴപ്പമില്ല, ഈ ക്രിസ്മസിന് പാകാവും. ക്രിസ്മസിന് വെട്ടാന്നോ? വെട്ടിയെടുക്കാന്ന്. ഇതെന്താ മരോ?
ശ്രീശാന്ത് എന്തെങ്കിലും പറ. തിരിച്ചു കൊടുക്ക് ശ്രീ. ആ, എന്നോട് കളിച്ചാലേ ആ. കാണിച്ചത് ഞാൻ. അയ്യേ. അതെന്താ ഐസ്ക്രീമിന്റെ സ്റ്റിക്കാണ് അത്? ആ, അത് പെങ്ങൾക്ക് വേണ്ടി വാങ്ങിയാണേ. അത് അലിഞ്ഞിപ്പോ അകത്ത് full ആയി. നനഞ്ഞു. ചൊറി നിന്റെ കത്തി എവിടെ പോയി? ചൊറിയാണ്. ആ കത്തി താ. ഞാൻ പൊട്ടിക്കും. ഇങ്ങനെ കാണിക്കാം. ഇനി എന്റെ പിള്ളേരത്തെ ഇങ്ങനെ മുള കാണിച്ച തല കൊണ്ടേ പോകൂ. ആരുടെ? എന്റെ തല കൊണ്ട് ചേട്ടൻ പോകുന്നു. ആ അപ്പൊ ഞാൻ പോട്ടെ. വള്ളം നിന്ന് കളിക്കണ്ട. നീ എന്താ അവിടെ പിടിച്ച? ഡാഡി നീ ആദ്യം ഐസ്ക്രീം അലിഞ്ഞു പോയി, അത് ഫുൾ നനഞ്ഞ്. അത് പോയി മാറ്റാദ്യം ഡ്രസ്. നനഞ്ഞല്ലേ? അടിക്കാൻ കാരണം ഞാൻ പൊടിക്കും. പൊട്ടിക്കണ പൊട്ടിക്ക്. ഇതെന്ത് സാധനം? അയ്യോ. ശ്രീ ഒന്നും പറയണ്ട ശ്രീ. ഈ ഏടായിട്ട് ഏത് നേരം ഇവൻ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇറക്കി വിടും, തിരിച്ച് കയറി വരും. ഇറക്കി വിടും, തിരിച്ച് കയറി വരും. നമ്മൾ ആക്ച്വലി വിളിച്ചതാരാ വന്നതാരാന്ന്. അല്ല ഞാൻ എന്റെ മോളെവിടെ? അയ്യോ മോളെ സാൻവിക. ഹായ്. സേ ഹായ്. सबको हाय बोलो. ഹലോ. മര്യാദക്ക് പറഞ്ഞോ. അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. വേറൊരു കാര്യണ്ടേ, നിങ്ങളുടെ അടുത്ത് എന്റെ മുടയൊന്നും കാണിക്കാൻ പറ്റില്ല. ആ കൊച്ചിനോടെങ്കിലും ഞാനൊന്ന് കാണിച്ചോട്ടെ. എന്ത് പരിപാടിയാണ്? എന്റെ മോളുടെ അടുത്ത് മുട കാണിക്കണം അല്ലേ? മുട കാണിക്കണ്ട അല്ലേ? വേണ്ട പോ. വന്നിട്ട് ചെല്ല്. എനിക്കൊരു കോഴിമുട്ടായി മേടിച്ചു തരുമോ? അവള് പേടിച്ചു കേട്ടോ. സാൻവിക അത് നീ മൈൻഡ് ചെയ്യണ്ടടാ. ഹായ് സാൻവിക, ഹൗ ആർ യു? എവിടെയായിരുന്നു ഇത്ര നേരം? വാട്ട് were you doing? What were you doing till now? Ball. You were playing ball? ഇതാണ് ശ്രീന്റെ വാവ. എത്ര മാസമായി? ഇത് 19 മാസം. ആ? 1.5 വയസ്സ് കഴിഞ്ഞു. 1.5 വയസ്സ് കഴിഞ്ഞു. ആ താഴെ വിടാനായിരിക്കും. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. പപ്പായി ഐസ്ക്രീം കട്ടുറുമ്പ കുരുത്തക്കേട് അൺലിമിറ്റഡ് പവർഡ് ബൈ സുമിക്സ് കിഡ്സ് വെയർ, കോ പവർഡ് ബൈ ഫ്രൂട്ടോമാൻസ്. കുട്ടിയുടെ പേര് മല. കുട്ടിയുടെ പേര് മല മല അല്ലേ? മല എന്നല്ലേ? അല്ല അല്ല, മുത്ത്. മുത്ത് മുത്തു കൊഞ്ചി. കൊഞ്ചി. കുട്ടികളുടെ പേരെന്തൊക്കെയായിരുന്നു ശ്രീശാന്ത്? ഏത് കുട്ടികളുടെയാണ്? ശ്രീശാന്തിന്റെ കുട്ടികളുടെ പേര്? എന്റെ കുട്ടികളുടെ പേരാണ്. എന്റെ ആദ്യത്തെ മോളുടെ പേര് ശ്രീ സാൻവിക എന്നാണ്. ശ്രീ സാൻവിക. രണ്ടാമത്തെ പേര് ഞാൻ പേരിട്ടിട്ടില്ല. ഓക്കെ. ഇപ്പൊ വിളിക്കുന്നത് സൂര്യശ്രീ എന്നാണ്. സൂര്യശ്രീ. രണ്ടിലും ശ്രീ വന്നിട്ടുണ്ട്. അല്ല പെൺകുട്ടിയെ ഞാൻ ശ്രീ ആദ്യം ഇട്ടു. കല്യാണം കഴിയുമ്പോൾ പേര് മാറ്റാൻ പറ്റില്ലല്ലോ. പറ്റില്ലല്ലോ. അപ്പൊ പെൺകുട്ടികളുടെ പേര് നമ്മളിപ്പോ എന്റെ വൈഫാണെങ്കിലും ഭുവനേശ്വർ ഷിക്കാബത്ത് കല്യാണം കഴിയുമ്പോൾ ഭുവനേശ്വർ ശ്രീശാന്തായി. ഇപ്പൊ അങ്ങനെ അതുകൊണ്ട് എന്റെ പേരെന്തായാലും ശ്രീ സാൻവിക ശ്രീശാന്ത് എന്ന് പറ്റിട്ടില്ല ഞാൻ. ഇതൊരു നല്ല ടിപ്പാട്ടോ. ഭയങ്കര അല്ലെങ്കിൽ എനിക്ക് പേര് മാറ്റാനോട് വലിയ താല്പര്യമില്ല. ട്രഡീഷൻ കീപ്പപ്പ് ചെയ്യണ്ടേ? കീപ്പപ്പ് ചെയ്യണം ഡെഫിനറ്റ്ലി. എനിക്കത്. ബട്ട് ഈ കുട്ടിയുടെ പേര് മല എന്നുള്ളത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ഈ കിന്നാരം പറഞ്ഞിരിക്കാണ്ട് നിങ്ങൾ ആ മിന്നാരം കണ്ടിരുന്നെങ്കിൽ അത് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കിട്ടിയാനേ. ബിക്കോസ് ഇറ്റ്സ് ഫ്രം മിന്നാരം. മിന്നാരം സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ സീനാണ് കാണാൻ പോകുന്നത്. ഇറ്റ് ഈസ് എ ഡബ് സ്മാഷ് ബൈ ആർ കട്രു. ഒരു വല്ലം പൊന്നും പൂവും കരിനീല ചാന്തും കണി കാണാ കുന്നിൽ നിന്നും തിരുകോടിപ്പാവും പടകാളി പെണ്ണെ നിന്നും മണിയിൽ ചാർത്തിയിടാൻ തുളുനാടൻ ചേലിൽ നിന്നെ വരവേൽക്കാൻ വന്നോളാ. ഒരു വല്ലം പൊന്നും പൂവും കരിനീല ചാന്തും കണി കാണാ കുന്നിൽ നിന്നും തിരുകോടിപ്പാവും പുതുമോടിപ്പാട്ടും പാടി കളിയാടാൻ വന്നോളേ. ഒരു വല്ലം പൊന്നും പൂവും കണി കാണാൻ വേണ്ടല്ലോ. ഇലവങ്കത്താടും ചുറ്റി കൂത്താടും തലമാനേ. ഇടനെഞ്ചിൽ കോലം തുള്ളും പലമോഹം പാഴാണേ. അണ്ണനോ
ആരാ എവിടെന്നാ എന്ത് വേണം എന്താ കാര്യം? ലാസർ പാലയെന്ന് ഒരു കാപ്പ് കുടിക്കണം, എന്റെ ഭാര്യ ഒന്ന് കാണണം. അണ്ണ അവളെ ഒന്ന് വിളിക്കാമോ? ഒന്ന് വിളിയണ്ണ. ഇയാളുടെ ഭാര്യ ഇവിടെ എന്ത് പണി ചെയ്യണ്? ഇവിടെ അവള് ഭാര്യയുടെ പണി തന്നെ ചെയ്യുന്നത്. പോക്കിരിത്തരം പറയുന്നോടാ. കാണിക്കല്ലേ, വല്ലവന്റെ ഭാര്യ ഒളിച്ചു താമസിക്കുന്നതാണോ പോക്കത്തരം? ഇവിടത്തെ കൊച്ചുമലയുടെ ഭാര്യയും കൊച്ചുമായിട്ട് താമസിക്കുന്നത് എന്റെ ഭാര്യയും കൊച്ചുവാ. കുഞ്ഞേ അത് സാറേ ജയമോളെ ഓടി വരുന്നേ. കണ്ടിട്ടൊരു അവലക്ഷണം പിടിച്ചവനെ പോലുണ്ടല്ലോ. തനി അതെന്റെ അച്ഛന്റെ കുഴപ്പ. താൻ വലിയ ക്രോസ് സാരം നടത്തണ്ട. മര്യാദക്ക് എന്റെ ഭാര്യ കൊച്ചിനും വിളി. താൻ ആരോടാണോ ഉടക്കാൻ നിൽക്കണ്ട. ഡാഡി പറഞ്ഞ ശരിയാ. കണ്ടാലറിയാൻ ചെറ്റയാണെന്ന്. ഇവന്മാരായിട്ടൊക്കെ സംസാരിക്കുന്ന നമ്മുടെ അന്തസ്സിനെ പറ്റിയതല്ല. നിന്നെ വിളിക്കാം. ജയ അവളെ വിളിച്ചേ. അവള് വരട്ടെ, അവള് വരട്ടെ. ഇറങ്ങി വാടി, ഇറങ്ങി വരാൻ. എടി ദ്രോഹി, വഞ്ചകി, ചതിച്ചി, എവിടെയാടി എന്റെ കൊച്ച്? എവിടെയാടി? നിങ്ങൾ ആരാ? ഞാൻ ആരാണോ അറിയില്ലല്ലേടി? സൂക്ഷിച്ചു നോക്ക്. കോട്ടയം സെന്റ് മേരീസ് പള്ളിയിൽ 1990 ജനുവരി 9 മാതാവിനെ സാക്ഷി നിർത്തി നിന്നെ താലി കെട്ടിയ കോർപ്പറേഷൻകാർക്ക് ലാസറിന്റെ മുഖത്ത് നോക്കി നിങ്ങൾ ആരാണെന്ന് ചോദിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടി? നിന്റെ ചാന്തിനും പൊട്ടിനും ക്യൂടെക്സിനും പോലും എന്റെ ശമ്പളം തികയില്ലെന്നും പറഞ്ഞ് നീ വീട് വിട്ടിറങ്ങിയപ്പോൾ പണത്തിനേക്കാൾ വലിയ വില സ്നേഹത്തിനുണ്ടെന്ന് മനസ്സിലാക്കി നീ എന്റെ വീട്ടിൽ തിരിച്ചു വരാൻ നാളെ പ്രതീക്ഷിച്ച് ആ പൂമുഖപ്പള്ളിയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു നിനക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നു. നാട് മുഴുവൻ എന്നെ എന്റെ കുഞ്ഞിനെയും തേടി, സോറി നിന്നെയും നിന്റെ കുഞ്ഞിനെയും തേടി ഇവിടെ കാണാൻ വന്നപ്പോ ഇത്ര ക്രൂരമായി നിങ്ങൾ ആരാണെന്ന് എന്റെ മുഖത്ത് നോക്കി നീ ചോദിക്കുന്നത് ഒരിക്കലും വിചാരിച്ചില്ല. ചെവുക്കുറ്റി നോക്കി ഒരു ഒറ്റ എന്റെ നീനെ ശിക്ഷിക്കാൻ രക്ഷിക്കാനുള്ള അധികാരം എനിക്ക് മാത്രമാണ്. എവിടെ നമ്മുടെ കുഞ്ഞ്? ഒന്ന് കാണാനാണ് ഞാൻ ഓടി വന്നത്. പ്ലീസ് പ്ലീസ്. എനിക്ക് ഇയാളെ അറിയാം. കോളേജിൽ വെച്ച് അന്ന് ഇയാളുടെ പേര് മണികണ്ഠൻ എന്നായിരുന്നു അല്ലേ? അതെ, അതിനുശേഷം നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയല്ല ഞാൻ ജാതി മറി ലാസറായത്. വേറെ നല്ല പേരൊന്നും കിട്ടിയില്ലേ മോനെ? അയ്യോ എല്ലാം കള്ളമാ. എനിക്ക് ഇങ്ങനെ ഒരു ഭർത്താവേ ഇല്ല. നീനാ ഇത്ര നീതിയാവരുത് നീ. അയ്യപ്പസ്വാമിയാണ് കർത്താവാണ് സത്യം. അയ്യപ്പസ്വാമി ജാതി മാറി വെച്ച് നമുക്ക് പഴയ ദൈവങ്ങളെ മറക്കാൻ പറ്റുമോ? ശരി ശരി ശരി, ഞാൻ നിന്റെ ഭർത്താവല്ല, സമ്മതിച്ചു. പക്ഷെ നീ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. നീ ഒരു പണക്കാരന്റെ ഭാര്യയായിട്ട് ജീവിക്കുന്നത് കാണിച്ചു തരാന്ന് പറഞ്ഞാൽ നീ ഇവിടെ വിട്ടിറങ്ങിയത്. നീ സുഖമായി ജീവിച്ചോളൂ. പക്ഷെ എന്റെ കുഞ്ഞ്, എന്റെ സ്വന്തം ചേര അല്ല സ്വന്തം ചോരയെ പറഞ്ഞ കുഞ്ഞ്, എനിക്കത് വേണം. നിന്റെ ചോര എ പോസിറ്റീവ് ആണോ? ഇമോഷണലായി സംസാരിക്കുന്നതിനിടയിൽ തമാശ പറയരുത്. അടുക്കളക്കാരി നോക്കിയാൽ മതി. കുടുംബാരി നടവണ്ട. ശരി, കുഞ്ഞിനെ ഞാൻ തരാം. നിങ്ങൾ കുറെ നേരമായി കുഞ്ഞ് കൊച്ചെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്താ കുഞ്ഞിന്റെ പേര്? പേരിലെന്തിരിക്കുന്നു? ബന്ധത്തിലാണല്ലോ കാര്യം. സ്വന്തം അച്ഛന് കുഞ്ഞിന്റെ പേരറിയായിരിക്കുവോ? അതല്ല, പക്ഷെ സാറൊന്ന് ആലോചിക്കണം. സ്വന്തം കുഞ്ഞിന്റെ പേര് പറഞ്ഞ് അത് സ്വന്തം കുഞ്ഞാണെന്ന് തെളിയിക്കേണ്ടി വന്ന ഒരു തന്തയുടെ മനോവേദന. ലോകത്ത് ഒരു അച്ഛന് ഇങ്ങനെ ഒരു ഗതികേട് വരുത്തരുത് ഗുരുവായൂർ കർത്താവേ. അതേത് കർത്താവാണ്? അണ്ണാന്ന് വിളിച്ചോ, ആണ്ട് വേറൊന്നും വിളിപ്പിക്കരുത്. അപ്പം പേര് പറഞ്ഞ കുഞ്ഞിന് തരും. തരാം. എന്നാ കേട്ടോ, മേരി. മേരി എന്നുള്ള പേരിലൊരു കുട്ടി ഇവിടെ ഇല്ല. മേരി എന്നാണ് ഞാൻ വിളിക്കുന്നത്. എന്റെ കൊച്ചു എനിക്ക് സൗകര്യമുള്ള പേര് വിളിച്ചൂടെ? എന്താ കൊള്ളൂലേ ആ പേര്? നിങ്ങളോട് ചോദിച്ചത് ആ കുട്ടിയുടെ ശരിയായ പേരാണ്. ശരിയായ പേര് മുത്തു. പെൺകുട്ടികൾക്ക് ആരെങ്കിലും മുത്തു എന്ന് പേരിടൂടാ? ഇട്ടൂടെ നിയമമൊന്നുമില്ലല്ലോ. എന്റെ അമ്മയുടെ പേര് പീതാമരനായിരുന്നു. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി നേരെ ചുവയുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചല്ലെന്ന്. എനിക്കറിയാം, ഇവന്റെ അച്ഛന്റെ പേര് ഭവാനിയമ്മ എന്നാ അല്ലേ? മനുഷ്യ ഇവിടെ തീർന്നു നിൽക്കുമ്പോ കളിയാക്കല്ലേ. കുഞ്ഞിന്റെ പേരപ്പ തനിക്ക് അറിയില്ല. എന്താ പിള്ളേർ ആവശ്യമില്ലാത്ത സാധനം ഓരോ സ്ഥലത്ത് കൊണ്ടുവയ്ക്കും. ജയ പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് ഫോൺ ചെയ്തിട്ട് എസ് ഓടിക്ക് വരാൻ പറ. ഇവനെ ഞാനിന്ന് ശരിയാക്കും. വേണ്ടടി, ഇവനെ ഞാൻ ഹാൻഡിൽ ചെയ്യാം. സത്യം പറയണം. കുഞ്ഞിന്റെ പേര് നിനക്കറിയാം? കുഞ്ഞിന്റെ പേര് പറഞ്ഞാൽ കുഞ്ഞിനെ തള്ളാൻ നിനക്ക് വിട്ടുതരാം. പറയടാ കുഞ്ഞിന്റെ പേര്. മല മല മല, കുഞ്ഞിന്റെ പേര് മല. മലയോ? പോലീസിനെ വിളി. മലയല്ലടാ, കുന്ന് കുന്ന്. നിന്റെ അമ്മയുടെ 14 അടി നടന്നില്ലേ ആ കുന്ന്. കഴുത, മഴ കഴുത. അത്ര വലിയ വായൊന്നും അടിക്കണ്ട. പറഞ്ഞപ്പോ മുഴുവനും പറയണമായിരുന്നു. എന്ത് പറയണം? ആര് പറയണം? നീ പറയണമായിരുന്നു. കൊച്ചിന്റെ തന്തയായിട്ട് പിന്നെ നീയല്ലേ പറഞ്ഞത്. അപ്പൊ കൊച്ചിന്റെ പേരും പറയണമായിരുന്നു. പച്ച കള്ളാടി ഞാൻ ഇവരെ കണ്ടിട്ട് പോലുമില്ല. സൂപ്പർ സൂപ്പർ, ഒരു രക്ഷയില്ല. അടിപൊളി, സൂപ്പർ. മണിയൻ ചേട്ടാ, എന്താ ചെയ്തത്? ഞാൻ പരിപാടി ഇതിൽ ഏറ്റവും കൂടുതൽ ഡയലോഗ് ആർക്കാ ഉള്ളത്? മണിയൻ പിള്ള രാജു. രണ്ടാമത് ഏറ്റവും കൂടുതൽ ഡയലോഗ് ഉള്ളത് ആർക്കാണ്? കൊറേ പഠിക്കാനുള്ളത്. പഠിക്കാനുള്ളത് നമ്മുടെ തിലകൻ ചേട്ടന് അല്ല, നമ്മുടെ ലാലേട്ടനും ലക്ഷ്മിക്കും. ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ഇവനാണ് പഠിക്കാനുള്ളത്.
ഇതെങ്ങനെ സാധിച്ചു? ഇത്രയും നല്ലതായിട്ട് നീ പറഞ്ഞു. എനിക്ക് പറ്റില്ല ഇത്. ശ്വേത ചേച്ചിക്ക് പറ്റില്ല. ശ്രീശാന്തിന് പറ്റുമോ? നിനക്ക് ഒന്ന് വിളിക്കേ ശ്രീ. ചാലഞ്ച് ചെയ്യാനുണ്ടോന്ന് ചോദിച്ചേ. എന്നെ ചാലഞ്ച് ചാലഞ്ച് മീ എന്ന് പറ. ചാലഞ്ച് മീ എന്ന് പറ. മൈക്കിൽ പറയടാ. ചാലഞ്ച് മീ എന്ന് പറ. ഓക്കെ ശ്രീ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ശ്രീചേട്ടൻ ഇത്രയും മസിൽ വന്നത്? ഇനി മണിയമ്പിള്ള രാജുവിടെ അത് ചെയ്യാൻ പറ്റുമോ? മണിയമ്പിള്ള രാജേട്ടന് എന്റെ അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഐ മീൻ എന്തോ ക്ലാസ്സില്. അപ്പൊ പണ്ട് അച്ഛന്റെ ശിഷ്യൻ എന്നൊക്കെ പറയും പണ്ട്. അപ്പൊ ശിഷ്യന്റെ പക്ഷെ ഞാൻ മണിയമ്പിള്ള രാജുവിനെ കാണിക്കുന്നില്ല, ചേട്ടനെ കാണിക്കണ. എനിക്ക് ലാൽ സാറിന്റെ വേണമെങ്കിൽ ലാലേട്ടനെ കാണിക്കൂ. ലാലേട്ടനെ കാണിക്കാന്നല്ല, ജസ്റ്റ് ഇങ്ങനെ ഇനാക്ട് ട്രൈ ചെയ്യാം. മണിയമ്പിള്ള രാജു, ഇദ്ദേഹം ലാലേട്ടൻ. പിള്ളേർ ആവശ്യമില്ലാത്ത ഒരു സാധനം സ്ഥലത്ത് കൊണ്ടുവയ്ക്കും. പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് ഫോൺ ചെയ്തിട്ട് എസ് ഓടിക്കും വരാൻ പറ. ഇവനെ ഞാനൊന്ന് ശരിയാക്കും. ഇവനെ ഞാൻ ഹാൻഡിൽ ചെയ്യാം. സത്യം പറ. അറിയത്തില്ല ഭാവം. പിള്ളേർ ആവശ്യമില്ലാത്ത ഒരു സാധനം സ്ഥലത്ത് കൊണ്ടുവയ്ക്കും. പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് ഫോൺ ചെയ്തിട്ട് എസ് ഓടിക്കും വരാൻ പറ. ഇവനെ ഞാനൊന്ന് ശരിയാക്കും. വേണ്ടടി, ഇവനെ ഞാൻ ഹാൻഡിൽ ചെയ്യാം. സത്യം പറയടാ. കുഞ്ഞിന്റെ പേര് നിനക്കറിയാം? കുഞ്ഞിന്റെ പേര് പറഞ്ഞാൽ കുഞ്ഞിനെ തള്ള നിനക്ക് വിട്ടുതരാം. പറയടാ കുഞ്ഞിന്റെ പേര്. മല മല മല. കുഞ്ഞിന്റെ പേര് മല. മലയോ? പോലീസിനെ വിളി. മലയല്ലടാ, കുന്ന് കുന്ന്. നിന്റെ അമ്മയുടെ 14 തീയതി നടന്നില്ലേ ആ കുന്ന്? കഴുത, മഴ കഴുത. അത്ര വലിയ വായൊന്നും അടിക്കണ്ട. പറഞ്ഞപ്പോ മുഴുവനും പറയണമായിരുന്നു. എന്ത് പറയണം? ആര് പറയണം? നീ പറയണമായിരുന്നു. കൊച്ചിന്റെ തന്തേറ്റ പിന്നെ നീയല്ലേ പറഞ്ഞത്. അപ്പൊ കൊച്ചിന്റെ പേരും പറയണമായിരുന്നു. പച്ച കണ്ണാടി ഞാൻ ഇവിടെ കണ്ടിട്ട് പോലുമില്ല. അയ്യോ ശ്രീ പറയുമ്പോ മുഴുവനും പറയണായിരുന്നു. എങ്ങനെയുണ്ട്? കൊള്ളാം കൊള്ളാം. എങ്ങനെ ഉണ്ട്? ലാൽ സാർ പ്ലീസ് വരൂ. ലാലേട്ടാ ഗ്രേറ്റ് ഹോ. അടിപൊളി. ദൂരെ കിഴക്കുദിക്കും മണിക്ക ചെമ്പഴുക്ക. അത് അങ്ങനെയൊന്നും ലാലേട്ടൻ ചെയ്യൂല. നീ വെറുതെ ഓവറായി. ഓ എന്തായാലും ഇവന്മാര് പൊളിച്ചു എന്നതിൽ ഒരു ഡൗട്ടും ഇല്ല. ഇവിടെ വന്ദനത്തില് ലാൽ സാർ ചെയ്തു. ഓക്കെ. അപ്പൊ ഇവര് പൊളിച്ചു എന്നതിൽ ഒരു ഡൗട്ടും ഇല്ല. അപ്പൊ ബൈ. പപ്പായ ഐസ്ക്രീം കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ് പവർഡ് ബൈ സുമിക്സ് കിഡ്സ് വെയർ ആൻഡ് കോ പവർഡ് ബൈ ഫ്രൂട്ടമാൻസിൽ ഇന്ന് നമ്മുടെ വിശിഷ്ട അതിഥി എത്തിക്കഴിഞ്ഞു. ശ്രീശാന്ത് ആൻഡ് ശ്വേത ചേച്ചി. ഇവർ രണ്ടുപേരും ഇപ്പൊ റെഡിയാണ്. ആൻഡ് ഇനി നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്ന ഒരു സ്കിറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ന് മകരവിളക്കാണ്. സോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള മകരവിളക്ക് പ്രമാണിച്ച് വളരെ സ്പെഷ്യൽ സ്കിറ്റുകൾ കുട്ടികൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഈ സ്കിറ്റ് തുടങ്ങുന്നത് ശ്രീകണ്ഠൻ നായർ ഷോ എന്നാണ്. പിന്നെ ബാക്കി വരാൻ പോകുന്നത് അയ്യപ്പന്റെ ചരിത്രം പറയുന്ന ഒരു സ്കിറ്റാണ്. സോ നമുക്ക് കാണാം ഒരു ബ്യൂട്ടിഫുൾ സ്കിറ്റ് ബൈ കട്ടുറുമ്പ്. മണികണ്ഠൻ നായർ ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചോർച്ച ചെയ്യാൻ പോകുന്നത് ചോർച്ചയല്ല സാർ, ചർച്ച. അതെനിക്കറിയാം, പക്ഷെ ഇവിടെ ചർച്ച ചെയ്യുന്നത് ചോർച്ചയാവുന്നുണ്ട്. നമുക്ക് പ്രോഗ്രാം ആരംഭിക്കാം. സാറേ, ഇന്നത്തെ ചർച്ച സാറിന്റെ ചാട്ടത്തെ കുറിച്ചായാലോ? എടാ സോമ, ഞാൻ ഇങ്ങനെ അവാർഡ് വേടും പോലെ ചെയ്താൽ ലോക തോൽവിയാകത്തില്ലേ? അതല്ലേ ചാടി ചാടി നിൽക്കുന്നത്. സാറേ, ഇങ്ങനെ ചാടിയാൽ ക്ഷീണം ഉണ്ടാകത്തില്ലേ? ഉണ്ടാകത്തില്ല. രാവിലെ ഒരു ഗ്ലാസ് പാല് കുടിക്കും, പിന്നെ ക്ഷീണേ ഉണ്ടാകത്തില്ല. പശുവും പാലാണോ? അല്ല, റബ്ബർ പാൽ. ഒന്ന് പോടോ. നമുക്ക് ചർച്ച ആരംഭിക്കാം. സമൂഹത്തിൽ സ്ത്രീകൾ എങ്ങനെ ജീവിക്കുന്നു? ഇപ്പൊ എനിക്ക് മനസ്സിലായി സ്ത്രീകൾ സമൂഹത്തിൽ എങ്ങനെയാ ജീവിക്കുന്നതെന്ന്. സ്ത്രീകളെ കുറിച്ച് 2 വാക്ക് ഞാൻ പറയാം. സ്ത്രീ എല്ലാമാണ്. ഭൂമിദേവിയാണെന്ന് പറയുന്നു. അതെ, എന്താ കുഴപ്പം? ഭൂമിദേവി തന്നെ എന്തേ? പക്ഷെ 2 ഭൂമിദേവികൾ ഒരുമിച്ച് കൂടിയ ഈ ഭൂമി തന്നെ അങ്ങ് മറിച്ചു വെക്കും. അധികം പറഞ്ഞ നിന്നെ ഞാൻ മറിച്ചു വെക്കും. ഇപ്പോഴത്തെ സ്ത്രീകൾ എന്തെല്ലാം ചെയ്യുന്നു. വീട് വൃത്തിയാക്കുന്നു, തോട് വൃത്തിയാക്കുന്നു, കുളം വൃത്തിയാക്കുന്നു, എന്തിനു പറയുന്നു ഈ നാട് തന്നെ വൃത്തിയാക്കുന്നു. ഇതെല്ലാം വൃത്തിയാക്കുന്ന ഇവളുമാര് അടുക്കളപ്പുറം ഒന്ന് കാണണം. പട്ടി വെള്ളം കുടിക്കില്ല. നിങ്ങൾ അങ്ങനെ പറയരുത്. ഹരിയാന തെങ്ങ് കയറുന്ന പെണ്ണുങ്ങളുണ്ട്, ഇവിടെയും കയറുന്നുണ്ട്. പക്ഷെ അത് പുരുഷന്മാരുടെ തലയിലേക്കാണ് മാത്രം. ഞങ്ങൾ സ്ത്രീകൾ വീട്ടുജോലി ചെയ്യാൻ വന്നവരല്ല, പിന്നെ ചൂടിന് വന്നായിരിക്കും. നിങ്ങൾക്കറിയാമോ, ഇന്ന് സ്ത്രീ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ കരാട്ടെ
ചോറ് വെക്കാനോ? ഇല്ലെന്നേ. ആദ്യം നീ അതൊക്കെ പഠിക്കണം, എന്നിട്ട് മതി കരാട്ടിയും കളരിയും ഒക്കെ. ദൈവം പുരുഷന്റെ വാരിയിലെടുത്തിട്ടാ സ്ത്രീയെ സൃഷ്ടിച്ചത്. അതായിരിക്കും കള്ളു കുടിച്ചു വന്ന് വാരിയിൽ നോക്കി തള്ളുന്നത്. നമുക്ക് ചർച്ച ചെയ്യാം സ്ത്രീ അനുഭവിക്കുന്ന പീഡനങ്ങൾ. സാറേ, ഇത് പറഞ്ഞപ്പോ മുഖം താഴ്ത്തിരിക്കുന്ന കണ്ടില്ലേ? എന്റെ കെട്ടിയാളെ പറ്റി ഒന്ന് ഓർത്തയാ. എന്തിനാ മുഖം താഴ്ത്തുന്നത്? ഒന്നുമില്ല, ഒരു ഉൾഭയം. നിങ്ങൾ ഭാര്യയെ തല്ലിട്ടുണ്ടോ? ഉണ്ട്. നിങ്ങൾക്ക് നാണമില്ലേ? സാറേ, 10 തല്ലി കിട്ടുമ്പോ ഒരെണ്ണം തിരിച്ചു കൊടുക്കണ്ടേ സാറേ? നിങ്ങൾ ഭർത്താവിന് തല്ലാറുണ്ടോ? തല്ലാറില്ല, വായിൽ തുണി തിരികാവേ ഉള്ളൂ. അതെന്തിനാ? പുള്ളി കരഞ്ഞാൽ ആ പഞ്ചായത്ത് മുഴുവൻ കേൾക്കും. നിങ്ങൾക്ക് ഇനി എന്താ പുരുഷന്മാരിൽ നിന്ന് നേടാനുള്ളത്? സാറേ, ഞങ്ങൾക്ക് ഒരു ആഗ്രഹമേ ഉള്ളൂ, ശബരിമല ശാസ്താവിനെ ഒന്ന് കണ്ടാ മതി. അത് പറ്റത്തില്ല, നമുക്ക് ചർച്ച ആരംഭിക്കാം. സാറ്, ഇത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. എല്ലാ കാര്യത്തിലും ഒരു ചിട്ടാവട്ടങ്ങളൊക്കെ ഉണ്ട്. എന്തിനാണ് ദൈവത്തിന്റെ വീരും പറഞ്ഞ് നമ്മൾ ഇങ്ങനെ തമ്മിത്തല്ലുന്നത്? ഇതെല്ലാം കണ്ടുകെട്ടും അയ്യപ്പസ്വാമി സന്നിധാനത്തിലുണ്ട്. ദേവേന്ദ്ര, ദേവലോകത്തിന് അധിപനായ ദേവേന്ദ്ര, എന്താണാവൂ അങ്ങയുടെ ഭീതിക്ക് കാരണം? നമ്മുടെ ദേവലോകം ആക്രമിക്കപ്പെടുന്നു. എന്ത്? നമ്മുടെ ദേവലോകം ആക്രമിക്കപ്പെടുന്നു? ആരാണ് നമ്മുടെ ദേവലോകം ആക്രമിക്കുന്നത്? ഹരംഭൻ എന്ന അസുരന്റെ മകൾ. ഒരു പീറ പെണ്ണോ? ആരാണവൾ? മഹിഷി. ആ അസുരപ്പടയെ നമുക്ക് ചെറുത്തു നിൽക്കാനാവില്ല. നാരായണ നാരായണ. നാരദ മഹർഷിക്ക് ദേവലോകത്തേക്ക് സ്വാഗതം. എന്താണ് ദേവേന്ദ്ര അങ്ങ് ആശങ്കപ്പെടുന്നത്? എല്ലാം അറിയുന്ന നാരദ മഹർഷി, ഇതിനൊരു പരിഹാരം കാണൂ. അങ്ങ് പേടിക്കേണ്ട. മഹിഷി എന്ന അസുരന്റെ നിഗ്രഹത്തിനായി ഭൂമിയിൽ ഹരിഹരപുത്രൻ ജന്മമെടുത്തു കഴിഞ്ഞു. സ്വാമി, എന്നെ രക്ഷിക്കണേ സ്വാമിയേ. ശബരിമാമല വാഴുമയ്യപ്പ, മണികണ്ഠ സ്വാമി ശരണമടിയങ്ങൾക്കു തൃച്ചരണം. ശബരിമാമല വാഴുമയ്യപ്പ, മണികണ്ഠ സ്വാമി ശരണമടിയങ്ങൾക്കു തൃച്ചരണം. ഹേ മഹിഷമേ, മൃഗമായ നീ മനുഷ്യനോടും ദേവനോടും ഉപചാരം കാട്ടാൻ പഠിക്കും. ഈ കാടും നാടും എന്റെ കാൽ കീഴിൽ, ഇന്ദ്രലോകം എന്റെ നിഴൽപ്പാടിൽ. ദേവേന്ദ്രൻ എന്നെ ഭയന്ന് പ്രപഞ്ചത്തിലെ ഏതോ ഒരു കോണിൽ ഒളിച്ചു. ആ എന്നെയാണോ നീ മൃഗമെന്ന് വിളിക്കുന്നത്? ഹേ മഹിഷമേ, ഞാൻ വിചാരിച്ചാൽ 7 ഭുവനങ്ങളും എന്റെ മുന്നിൽ നൃത്തം ചെയ്യും. ആകാശത്തെ കുതിരയാക്കി, ഭൂമിയെ കടിഞ്ഞാണാക്കി, 7 കടലുകളെ രഥമാക്കി, ഈ 14 ലോകങ്ങളിലും ഞാൻ സഞ്ചരിക്കും. പ്രപഞ്ച ജേതാവായ മഹിഷിയുടെ മുന്നിൽ നിന്നുകൊണ്ടാണോ നീ ഗർജിക്കുന്നത്? നിന്നെ യമപുരിയിലേക്ക് പറഞ്ഞയക്കാൻ ഒരു വിനായിക മതി. നിന്റെ അട്ടഹാസം നിർത്തൂ മഹിഷി. ദേവന്മാരെയും മനുഷ്യരെയും സംരക്ഷിക്കാൻ ഇനി നിന്നെ നിഗ്രഹിച്ചിട്ടു തന്നെ കാര്യം. നിന്റെ അന്ത്യം അടുത്തു കഴിഞ്ഞു. ഒരു പൊൻപ്രഭാതം വിടരും, അന്ന് നിന്റെ ദുഃഖം തീരും, നീ ഒരു യുവകോമളന്റെ മുന്നിൽ ശാപവിമോചനം നേടുമെന്ന് മഹത് വചനമുണ്ടായി. ഇനി
ഈ പാതാരവിന്ദങ്ങളിൽ മാത്രമാണ് അടിയൻ അഭയമുള്ളത്. അവിടെ നിന്നെ സ്വീകരിക്കണം. സഹോദരി, ഞാൻ നിത്യബ്രഹ്മചാരിയാണ്. ആ നിലയ്ക്ക് നിന്റെ ഇംഗിതം സാധിച്ചു തരാൻ മാർഗമില്ല. എന്നെ അങ്ങ് വാമഭാഗമായി സ്വീകരിച്ചില്ലെങ്കിൽ വേണ്ട. ഈ ജന്മം അവിടുത്തെ അടിമയായി കഴിയാൻ അനുവദിക്കണം. ഹരിഹരപുത്രനായ ധർമ്മശാസ്താവാണ്. ശബരിമാമല വാഴുമയ്യപ്പ മണികണ്ഠ സ്വാമി ശരണമടിയങ്ങൾക്കു തൃച്ചരണം. മഹിഷി നിഗ്രഹത്തിനായി അവതാരമെടുത്ത എന്റെ ജന്മലക്ഷ്യം സഫലമാണ്. ശബരി പീഠത്തിനടുത്തുള്ള പുണ്യഭൂമിയിൽ ലോകക്ഷേമാർത്ഥം ഞാൻ തപസ് ആരംഭിക്കാൻ പോവുകയാണ്. ആ തപസ്ഥാനത്തിനരികിലായി നിനക്കും ഞാനൊരിടം നൽകും. മാളികപ്പുറം എന്ന പേരിൽ നീയും പ്രഖ്യാപിതയായി തീരും. അപ്പോൾ ഈ തിരുമുഖം കണി കാണാൻ ഇനി ഒരിക്കലും പറ്റില്ലേ? നിശ്ചയമായി. നിങ്ങൾക്ക് മാത്രമല്ല, കല്ലും മുള്ളും ചവിട്ടി കാടും മേടും കയറി സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ച് ശബരിമലയിൽ എന്നെ തേടി വരുന്ന ഭക്തരെ അനുഗ്രഹിക്കാൻ മകര സംക്രമ ദിവസം ഞാൻ തപസ്സിൽ നിന്നുണരും. സ്വാമിയേ അയ്യപ്പ ശരണം, സ്വാമിയേ ശരണം, സ്വാമിയേ അയ്യപ്പ ശരണം, സ്വാമിയേ ശരണം. പൂങ്കെട്ട് കെട്ട് കെട്ടിയ കന്നിസ്വാമി പള്ളിക്കെട്ട്, തങ്കനില താമരയിൽ താമസിക്കും തായ്മൊഴിയെ, മന്ത്രമണി കോർത്തെടുത്ത് മാലയിട്ട് മല ചവിട്ടാൻ, അവിലടയും ശർക്കരയും മരിപ്പൊടിയും തിരുശരവും. ശ്രീകണ്ഠൻ നായർ ഷോയില് തുടങ്ങി. അയ്യപ്പന്റെ കഥ കേട്ടില്ലേ? പൊട്ടി തെറിച്ച് ഞങ്ങൾ പേടിച്ചു. ഇത്രയും ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നിങ്ങൾ കാണിച്ചത്. അല്ല, നിങ്ങൾ എല്ലാരും അല്ല, എനിക്ക് ചോദിക്കാൻ എത്ര ദിവസം നിങ്ങൾ എടുത്തു ഇത് റിഹേഴ്സൽ ചെയ്യാൻ? ഇത് 4 ദിവസോ? നമ്മൾ എല്ലാരും ഒന്ന് ഇരിക്കാം. ബിക്കോസ് ഈ നിൽക്കുമ്പോഴാണ് പ്രശ്നം. അതാരാ? ആ ചേട്ടന്റെ പേരെന്താ? ശ്രീശാന്ത്. ആരാ? ക്രിക്കറ്റ് കളിക്കാരൻ. ഇന്ത്യക്ക് വേണ്ടി 2013 കളിച്ചത്. ഒരു മിനിറ്റ്, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇന്ത്യക്ക് വേണ്ടി കളിച്ച ആളാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ശ്രീശാന്തിനോട് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? ആ, പറഞ്ഞോ. എന്താ പറയാനുള്ളത്? എന്താണ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചത്? പറയൂ. ഇല്ല, ഞാൻ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചിട്ടില്ല മോനു. ഞാൻ എന്താ പറയണേ, ഇതിപ്പോ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ വിരമിച്ചിട്ടില്ല. വിരമിച്ചു ഇല്ല. വളരെ എനിക്ക് ഇപ്പൊ സിനിമയിലൊക്കെ നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ്. ഞാൻ തിരിച്ചിപ്പോ സ്കോട്ട്ലൻഡിൽ പോവാണ് ക്രിക്കറ്റ് കളിക്കാൻ. തിരിച്ചിപ്പോ സ്കോട്ട്ലൻഡിൽ ക്രിക്കറ്റ് കളിക്കാൻ പോവാണ്. ഇനി അടുത്ത ഇന്ത്യൻ ടീമിൽ കയറാൻ പോവാണ്. തിരിച്ച് 1 വർഷം 1.5 വർഷത്തിനുള്ളിൽ 1.5 years. ഈ ക്രിക്കറ്റ് നല്ലോണം ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ജയിച്ചത്? കൊറേ പ്രാക്ടീസ് ചെയ്തു. കൊറേ നിങ്ങളിപ്പോ പറഞ്ഞില്ലേ 4 ദിവസം പ്രാക്ടീസ് ചെയ്തു. അതുപോലെ ഞാനൊരു 9 വയസ്സ് തൊട്ട് ഇപ്പോഴും പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കും. എല്ലാരും ഒരു ഓൾ ദി ബെസ്റ്റ് കൊടുത്തേ. താങ്ക് യു. ഉമ്മ കൊടുത്തേ. ഓക്കെ, അപ്പൊ അയ്യോ ഒരുത്തിന്റെ മുണ്ടൂരി പോയി. എന്താടാ ആരിഷേ? അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഇവിടെ ഈ ഒരു അടിപൊളി സ്കിറ്റ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. സൂപ്പർ. പാട്ടാട്. ഏത് പാട്ട് പാടണം? യോയോ സ്റ്റേജിൽ വാ. അങ്കിളെ സ്റ്റേജിൽ വാ. ഓയ് അയ്യോ, ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? എന്നെ പാട്ട് പാടാൻ വിളിച്ചിട്ട് എല്ലാവരും പാടണേ. അല്ല, ഇത് എല്ലാരും മരത്തിന് ചുറ്റും വന്നിരിക്കൂ. ആ, ഇനി ശ്രീചേട്ടൻ പാടാൻ പോവാണ്. ഓക്കെ, നീ മുണ്ടൊന്ന് ഉടുക്കടേ. എന്തോന്ന് തന്നന്നം താനന്നം താളത്തിലാടി മന്ദാരക്കൊമ്പത്തൊരുഞ്ഞാലിലാടി ഒന്നിച്ചു രണ്ടോമൽ പൈങ്കിളികൾ ഒന്നാനാം കുന്നിന്റെ ഓമനകൾ
കാടിന്റെ കിങ്ങിണികൾ. ഞങ്ങൾക്ക് ഇനി ഒരു അടിപൊളി പാട്ടും കൂടി വേണം അല്ലേ? അടിപൊളി പാട്ട്. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെന്നോ കുടമുല്ല പൂവിരിഞ്ഞു. പാടിക്കോ പാടിക്കോ പാടിക്കോ. ശ്രീ തേൻ വണ്ടുജാ Wow, thank you so much guys. കുട്ടിമാമ എന്നെ വിളിച്ചോ? താൻ പറഞ്ഞ സുമതി എടുത്തിയുടെ മകൻ അശോകനായി. ഭൂമി തുറന്ന് നീ അപ്പുറം പോയിടേ വൈഡൂര്യ കൊട്ടാരം കപ്പം കെട്ടാം. ആണോ? അതിന് സംഗതി വന്നായിരുന്നു. അതെ ആ അവൾക്ക് സ്വന്തം അടിക്കാൻ അറിയാതെ. പപ്പായി ഐസ്ക്രീം കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ് പവേർഡ് ബൈ സുമിക്സ് കിഡ്സ് വെയർ കോ പവേർഡ് ബൈ ഫ്രൂട്ടമാൻസിൽ ഇനി അടുത്തത് വരാൻ പോകുന്നത് ഡബ് സ്മാഷ് ആണ്. ഡബ് സ്മാഷിൽ നമുക്ക് വളരെ പ്രിയപ്പെട്ട 2 ആക്ടേഴ്സിന്റെ ഒരു സീനാണ് വരാൻ പോകുന്നത്. ലാലേട്ടൻ ആൻഡ് പിന്നെ ആരാണ്? ജഗതി ചേട്ടൻ. ഇവർ രണ്ടുപേരുടെയും കുട്ടിമാമ ഞാൻ ഞെട്ടിമാമ, ഇത് ഞാൻ സ്ഥിരം പറയുന്ന ഒരു ഡയലോഗാണ്. യോധ എന്ന സിനിമയിലെ ഒരു വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സീനാണ്. ശരിക്കും ഇങ്ങനത്തെ സീനൊക്കെ ഇനി ഇപ്പോഴത്തെ സിനിമകളിലൊന്നും നമുക്ക് കാണാൻ പറ്റുമെന്ന് തന്നെ ഡൗട്ടാണ്. ബിക്കോസ് അതുപോലത്തെ സ്പെഷ്യലി അമ്പിളി ചേട്ടനെ കാണാൻ വരുമ്പോൾ ലാലേട്ടൻ ആ ഒരു കെമിസ്ട്രിയും ആ ഒരു അഭിനയ മികവും ഫേവറേറ്റ് സീനാണ്. അത് എത്ര പ്രാവശ്യം ഉണ്ടാവും? 2-3 പ്രാവശ്യം വരാം. ഈ യോധ മൂവിയെ കുറിച്ച് ഞാനൊരു കാര്യം എന്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞോട്ടെ. എന്താണ്? ഈ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഈ സിനിമ ഇറങ്ങണത്. അപ്പൊ എ റഹ്മാൻ ആയിരുന്നല്ലോ മ്യൂസിക് ഡയറക്ടർ ഫസ്റ്റ്. പ്ലസ് ലാൽ സാറിന്റെ ഒരു വലിയ ഫാനാണ്. അപ്പം നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടു. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ നമ്മുടെ ചേട്ടന്മാരുടെ കസിന്മാരുടെ കൂടെ ഒക്കെ പോയിരുന്ന് കണ്ടു. അപ്പോൾ നെക്സ്റ്റ് ഡേ സ്കൂളുണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ് ഉള്ള സമയത്താണ്. അപ്പോൾ ഒരു ദിവസം ബങ്ക് ചെയ്തു. രണ്ടാമത്തെ ദിവസം ഇപ്പോഴത്തെ ഈ ഷോയിൽ വെച്ച് അമ്മ അറിയുള്ളൂ ഞാൻ അന്ന് കട്ട് ചെയ്ത കാര്യം. അപ്പോൾ അത്രയും എന്താ പനി പിടിക്കാനൊക്കെ ശ്രമിച്ചു നോക്കി. ഉള്ളി കക്ഷത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ പനി പിടിക്കുന്നൊക്കെ. അതെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് യോധ. ബിക്കോസ് AR റഹ്മാൻ സർ ആൻഡ് ലാലേട്ടൻ, അമ്പിളിച്ചേട്ടൻ, അങ്ങനെ എത്രയോ വലിയ വലിയ ആക്ടേഴ്സ് ഒരുമിച്ച ഒരു സിനിമ. ഇത് നമ്മുടെ കട്ടുറുമ്പുകൾ ജനിക്കുന്നതിന് മുൻപ് ഇറങ്ങിയ സിനിമയാണ്. പക്ഷെ എന്നിരുന്നിട്ടും നമ്മുടെ കട്ടുറുമ്പുകൾ ഈ ഒരു ഡബ് സ്മാഷ്, they are gonna smash this performance, so definitely it's gonna be a beautiful performance. Let's invite all these കട്ടുറുമ്പുകൾ right now onto the stage. ഞാൻ അശോകൻ. കുട്ടിയമ്മ വളരെ ചെറുപ്പത്തിലല്ലേ എന്നെ കണ്ടിട്ടുള്ളൂ. അമ്മ കാര്യമൊക്കെ എഴുതിയിരുന്നില്ലേ? കുട്ടിയമ്മ എന്താ എയർപോർട്ടിൽ വരാത്ത? അതുകൊണ്ട് ഞാൻ എന്തൊക്കെ കഷ്ടപ്പെട്ടെന്നറിയോ? എന്റെ പെട്ടി പോയി, ഭാഷ അറിയാൻ ഞാൻ ആകെ കഷ്ടപ്പെട്ടു. ഞാനൊന്ന് ചോദിച്ചു മനസ്സിലാക്കട്ടെ ടോൾമ. നീ അടുക്കളയിലേക്ക് ചെല്ലേ, പാഞ്ചേമ്മൻ ചാവൂ. എന്റെ നേപ്പാളി മാമി ഇതുവരെ മലയാളം പഠിച്ചില്ലേ കുട്ടിയമ്മ? എന്റെ ഭാര്യയുടെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറയാം. Who are you? തും കോൻ ഹോ? നീ ആരാണ്? നിനക്ക് എന്തുവേണം? What do you want? ഞാൻ പറഞ്ഞില്ലേ ഞാൻ അശോകനാണെന്ന്. കുട്ടിയമ്മയുടെ സ്വന്തം ഏട്ടത്തേടെ മകൻ, രാഘവമേനോന്റെ സുമതിയമ്മയുടെ മകൻ, തൈപ്പറമ്പിൽ അശോകൻ. അശോക എന്താ? നിന്നെ അല്ലടാ മോനെ അശോക. അശോകൻ കുട്ടിമാമ എന്നെ വിളിച്ചോ? അപ്പുക്കുട്ട നീ ഇവിടെ നേപ്പാളില്ല? അപ്പുക്കുട്ടനെ ആരാ കുട്ടിമാമ ഇവൻ? അപ്പുക്കുട്ട നീ വിളച്ചെടുക്ക. ഞാൻ ആരാണെന്നോ? താൻ പറഞ്ഞ സുമതി എടുത്തിയുടെ മകൻ അശോകനായി. അയ്യോ അല്ല കുട്ടിമാമ, ഇവൻ വസുമതി വല്യമ്മയുടെ മോനാ അപ്പുക്കുട്ടൻ. ഞാനാ അശോകൻ. നമ്മുടെ കുടുംബത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവൻ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടോ? എന്താ അശോക ഇത്? അത് പിന്നെ ഈ ഫ്രാഡുകളുടെ ഒരു ടെക്നിക്കാണ്. നമ്മുടെ കുടുംബ ചരിത്രത്തിന്റെ അറ്റവും മൂലം അറിഞ്ഞു വന്നിട്ട് നമ്മളെ ചീറ്റിയാൻ വന്നിരിക്കുകയാണ്. നേപ്പാളിലും പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞേരെ കുട്ടിമാമ. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. കുട്ടിമാമ ഇനി വെച്ച് താമസിപ്പിക്കണ്ട. വലിഞ്ഞേറി വന്ന ഒരു മലയാളി എന്ന നിലയ്ക്ക് ഒരു 200 നേപ്പാളി മണീസ് കൊടുത്തു വിട്. ഞാൻ പോയി പല്ലി വെച്ചിട്ട് വരാം. നീ ആരാണെന്ന് പറഞ്ഞില്ലേ നിനക്ക് തേക്കാൻ പല്ലുണ്ടാവില്ല. കുട്ടിമാമ 2 കൊല്ലം വന്നിരിക്കുകയാണ്. ഇവന്റെ സഞ്ചി റിവോൾവറാണ്. വിളിക്ക് ആംബുലൻസിനെ, പോലീസിനെ. ഇവൻ എന്നെ തട്ടിക്കളയും. പടകാളി ചണ്ടി ചങ്കരി ഭോക്കലി മാർക്കലി ഭഗവതി അടിയനിൽ അലിവോടി നെറ്റിരി കരിയണമേ. പറമേളം ചെണ്ടച്ചെങ്കില ധിക്കിളി മദ്ദള മരമണികിണികിണി പലതാളം തക്കിടകിടതകത ചുവടുകളിൽ ഒരു ഞൊടിയുടെ പെരയരുത്. ഹോയ് അമ്മ ഹോയ് ഹോയ്. അടവുകളുടെ ചുടുപകിടകൾ ഉരുളണ ഒരുവരം ഇനി അതിനിരളണമേ. ഒതുങ്ങി പതുങ്ങി ചൊതുങ്ങി ചുളുങ്ങി ഛേ ഛേ വണങ്ങി കുണുങ്ങി മണുങ്ങൽ അലങ്ങും വിലങ്ങും കുരുങ്ങി പരുങ്ങി. അയ്യേ ഈ മരമടയനു ഞാനതിരല്ലടവും. ഭൂമി തുറന്ന് നീ അപ്പുറം പോയിടേ വൈഡൂര്യ കൊട്ടാരം
കപ്പം കെട്ടാം. വൈഡൂര്യ കൊട്ടാരം സ്വപ്നത്തിൽ കെട്ടാനും വഴിയില്ലാത്തോനെന്തും വീമ്പളക്കാം. കാണാൻ പോകണ പൂരം ചൊല്ലണ ധാരാളമ്പട കുഞ്ചാളി, നീയോ നിന്റെ പാർപ്പവാശക്കാരോ ചൊല്ലട കൂത്താടി. ചൊട്ടച്ചാടും ദൂരം ചാടും കൊക്കോ, കോഴിച്ചാത്തന് മാനം മുട്ടാൻ മോഹം. കനസാ കുണസാ പറയാതടി വൈകൂവേ, കണിച്ചം കണിയും തകിടം മറിയും പൂഹേ. മുറ പറയാൻ ചൊറ പറയാൻ തടിയനുമുണ്ട് പൊങ്ങച്ചം. അടി പറയാൻ അവതയിടാൻ മടയന് ചെറ്റത്തരം ഒരു ജഗമുഖ. മനസ്സിൽ വേ മടിയിൽ വേ യമതടിയാ മലമടിയാ കടിയാ മടയാ ഇടിയാ പൊടിയാ മറുതെ ചെറുതേ പോടാ പോയി ചെലവിന് ചെല്ലറ വരവിന് ചെറു ചെറു വേലകളിൽ വിൽക്കരയുടെ 18 പിഴയും നേരം മുടുമും തുരിയും തലയിൽ കെട്ടുമിട. പടകാളി ചങ്കരി പോക്കിനി മാർക്കിനി ഭഗവതി അടിയനിൽ അലിവോടി മിത്തിരി കനിയണമേ. പടകാളി ചങ്കരി പോക്കിനി മാർക്കിനി ഭഗവതി അടിയനിൽ അലിവോടി മിത്തിരി കനിയണമേ. എന്ത് പെർഫോമൻസ് ആയിരുന്നു നിങ്ങളുടേത്. യോധയിലത്തെ സീൻ അതേപോലെ കണ്ട പോലെ ഉണ്ടായിരുന്നു. എത്ര ദിവസം എടുത്തത് പഠിക്കാൻ? എത്ര നേരം? 3 ദിവസോ? 3-4 ദിവസം. ഇവൻ പറയാ 1 വർഷം. 1 വർഷം എടുത്തു. എന്താണെങ്കിലും നിങ്ങൾ ചെയ്തില്ലേ? അപ്പൊ ചെയ്തു. അപ്പൊ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ പറയൂ, I can do it. I am strong. I am awesome. I am a superstar. Bye. Go. പപ്പായ ഐസ്ക്രീം കട്ടറുമ്പ് കുർത്തക്കേട് അൺലിമിറ്റഡ് പവർഡ് ബൈ സുമിക്സ് കിഡ്സ് വെയർ, കോ പവർഡ് ബൈ ഫ്രൂട്ടോമാൻസിൽ ഇനി വരാൻ പോകുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. ബിക്കോസ് ഈ കേരളത്തിന് തനതായ കുറേ കലാസൃഷ്ടികളുണ്ട്. അതായത് കഥകളിയുണ്ട്, മറ്റേ മോഹിനിയാട്ടം, അങ്ങനെ കേരളത്തിൻ്റെത് മാത്രമായിട്ടുള്ള കേരളത്തിന്റെ അഭിമാനമായ കുറേ ആർട്ട് ഫോംസ് ഉണ്ട്. അതില് പല ആർട്ട് ഫോംസും ഇപ്പൊ കുട്ടികൾ അധികം പഠിക്കുന്നില്ല. ബിക്കോസ് അവർക്ക് ഭയങ്കര പഠിക്കാൻ തന്നെ സമയമില്ല. നോർമൽ എഡ്യൂക്കേഷണൽ സിസ്റ്റം അത്രയും സ്ട്രോങ് ആയതുകൊണ്ട്. ബട്ട് സ്റ്റിൽ ദേ ആർ സ്റ്റിൽ ഫൈൻഡിങ് ടൈം ടു ലേൺ കേരളയുടെ തനതായ ആർട്ട് ഫോംസ്. അങ്ങനെ പഠിച്ചു എന്ന് മാത്രമല്ല, ഏഷ്യൻ റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ് 11 മിടുക്കന്മാരായ കട്ടുറുമ്പുകൾ. ആക്ച്വലി ഇവർ കട്ടുറുമ്പുകളല്ല, പുറമേ നിന്ന് വന്ന പുതിയ കട്ടുറുമ്പുകളാണ്. ഇന്ന് നമ്മുടെ ഗസ്റ്റുകളാണ്. ഇവര് UKG പഠിക്കുന്ന 11 കുഞ്ഞുങ്ങളാണ്. ഇവർ എന്തിനാണ് റെക്കോർഡ് സൃഷ്ടിക്കുന്നതെന്ന് അറിയോ? ചെണ്ടമേളം. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള വലിയ വലിയ ആൾക്കാർ ചെയ്യുന്നതാണ്. കുഞ്ഞു കുഞ്ഞു കൈകൾ വെച്ചിട്ട് വലിയ വലിയ ചെണ്ടകൾ വരച്ച് പെർഫോം ചെയ്യുന്ന നമുക്ക് കാണാം. സോ ശ്രീശാന്ത്, ആർ യു റെഡി? സാൻവികനെ ഞാൻ എടുത്തിട്ട് വരാം, ബിക്കോസ് ഇത് സാൻവിക കാണേണ്ട ഒരു പെർഫോമൻസ് തന്നെയാണ്. സോ ലെറ്റ്സ് വാച്ച് ദിസ് ബ്യൂട്ടിഫുൾ പെർഫോമൻസ്.
സൂപ്പർ. ഓ മൈ ഗോഡ്. ഓ സാൻവിക എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ അല്ലേ? സൂപ്പർ. സാൻവിക, how was it, Sanvika? Super. How was it? അടിപൊളിയായിരുന്നു. ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല നമുക്ക്. പിന്നെ നിനക്ക് ഏതാണ് ഏറ്റവും ആണോ? അതിന് സംഗതി വന്നായിരുന്നു. ബേബി, അപ്പൊ നീ ആരാണ്? ബേബി അല്ലേ? ഏത് സ്കൂളിൽ നിന്നാ വരുന്നത്? ഏത് പബ്ലിക് സ്കൂൾ? ടാലന്റ് പബ്ലിക് സ്കൂളിൽ നിന്നുള്ള 11 ടാലന്റഡ് കുട്ടികളാണ് ഇവിടെ ഇപ്പൊ നിൽക്കുന്നത്. ഇന്ന് മകരവിളക്കാണ്, അതുകൊണ്ട് ഇത്രയും നല്ലൊരു പെർഫോമൻസ്. അച്ഛാ എങ്ങനെ ഉണ്ടായിരുന്നു ഈ പെർഫോമൻസ്? സൂപ്പർ. ഇത്രയും അടിപൊളി, വളരെ നന്നായിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതൊക്കെ വളരെ മോട്ടിവേഷൻ ആയിരിക്കും. എന്റെ മോൾ അതാണ് ഇങ്ങനെ കൊണ്ടുവന്നത്. ഇത് പഠിക്കുന്നത് എങ്ങനെയാ നിങ്ങള്? കൊട്ടി പഠിക്കാം. തറയിലാണോ ആദ്യം? അത് കഴിഞ്ഞിട്ട് ചെണ്ടയില്. ഇത് ഫസ്റ്റ് ടൈം ആണോ ഇങ്ങനെ പെർഫോം ചെയ്യണേ? ഇതിനു മുമ്പ് എത്ര പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് സ്റ്റേജിൽ? ഓക്കെ, ഏഷ്യൻ റെക്കോർഡ് ഇവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അടി കിട്ടും. പിന്നിൽ അടി കിട്ടും. ഏഷ്യൻ റെക്കോർഡാണ് ഇവർ ഹോൾഡ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും that was a brilliant performance. ചേച്ചി, what do you have to... ഞാൻ ഇവരുടെ പ്രോഗ്രാം കണ്ടിട്ടുണ്ട്. I have already seen this kids program. അതുകൊണ്ട് എനിക്കറിയാം. പക്ഷേ ഇത്ര അടുത്ത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഞാൻ നോക്കുമ്പോൾ ഇവരെ ഈ ചെണ്ട കൊട്ടുന്ന എല്ലാത്തിലും ഒരു പെൺകുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിന് ഭയങ്കര ഒരു എനർജി വേണം. സോ അതിന് ലൈക്ക് യുനോ ബിക്കോസ് ഇതിൻ്റെ ആ ഒരു നമ്മൾ പറയില്ലേ മെഡിറ്റേഷൻ ആയിട്ട് നമ്മൾ പെർഫോം ചെയ്യണം എല്ലാം. So I was just telling Srishant, only one girl was there. Yeah. To give so many boys this thing. Correct. പക്ഷെ എന്തായാലും നിങ്ങൾ എല്ലാരും കുട്ടികളെ നന്നായി പെർഫോം ചെയ്തു. സൂപ്പർ. Sorry. Clap. ഇനി മാഷിനെ നമുക്ക് വിളിക്കാം. ഇത്രയും പിള്ളേരെ പഠിപ്പിച്ചത് ഒരു മാഷാണ്. സോ ആ മാഷിനെ നമുക്ക് ഡെഫിനറ്റ്ലി we have to call him. Sir, what do you have to say? ഇത് എങ്ങനെയാണ് നിങ്ങൾ കുട്ടികളെ LKG തൊട്ട് ഞാൻ പരിശീലനം കൊടുക്കുകയാണ്. ഇപ്പൊ UKG-ലാണ് ഇവര്. LKG തൊട്ട് ഇവരെ പറയുന്ന ഞങ്ങൾ പഠിച്ച രീതിയിൽ വരെ പഠിപ്പിക്കാൻ പറ്റില്ല. അവർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ചെറിയ പിള്ളേർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഭാഷയും കൗണ്ടൊക്കെ. ഓക്കെ, പുതിയ സ്റ്റുഡന്റ് വന്നിട്ടുണ്ട്. ആ കുട്ടിക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്. ഇവളെ ഒന്ന് പഠിപ്പിച്ചെടുക്കാവോ? സാൻവികനെ നമുക്കൊന്ന് അപ്പോയിന്റ് ചെയ്യാം. തീർച്ചയായിട്ടും. ഹലോ സാൻവിക, ടീച്ചർ വന്നിട്ടുണ്ട്. ഓക്കെ, അവള് റെഡിയാണ്. Just give the stick. സാൻവികയ്ക്ക് നമ്മുടെ ചെണ്ടമേളം പഠിപ്പിക്കുകയാണ്. ഒരു വടി തരൂ, ഒരു വടിയും കൂടെ തരൂ. ഓക്കെ സാൻവിക, ഹോൾഡ് ദിസ്. ഓക്കെ, 1. ഇനി എങ്ങനെയാ? 1 2 3 ടൺ ഡം ടൺ. ബേസ് ടൺ ഡം ടം. കുട്ടികള് അവളെ സ്വന്തം അടിക്കാൻ. അതെ, അവൾക്ക് സ്വന്തം അടിക്കാൻ അറിയാതെ. മാഷെ, ഒരു കാര്യം ചോദിക്കാണ്ടായിരുന്നു. കുട്ടികൾക്ക് ഈ ഒരു ആർട്ട് ഫോം പഠിക്കണമെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഏജോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഏത് വയസ്സ്? ഒരു വർഷം കഴിയുമ്പോൾ തന്നെ. ഒരു വയസ്സ് തൊട്ടിട്ട് കഴിഞ്ഞിട്ട് തന്നെ ഇവർക്ക് ശബ്ദങ്ങൾ നമ്മൾ മനസ്സിലാകുന്ന രീതിയിലാണ് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. അവരുടെയായിട്ടുള്ള ഭാഷകളോട് നമ്മൾ ഇണങ്ങിച്ചേരണം. ഞാൻ LKG ആയപ്പോൾ 2 മാസത്തോളം ഇത് പഠിപ്പിക്കാതെ തന്നെ അവരോട് ഇത് പഠിപ്പിക്കുന്ന രീതി എൻ്റെ ആയിട്ടുള്ള ഭാഷ കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെത്തേണ്ട ചെന്ന്. അങ്ങനെയാണ് അവർക്ക് ആ താളബോധം മനസ്സിലാക്കി കൊടുത്തത്. എല്ലാവർക്കും ഉണ്ട് താളബോധം. എല്ലാവരും ഓക്കെ, ഒരു കലാശക്കോട്ടിയുടെ എല്ലാവരും വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ വൈൻഡപ്പ് ചെയ്യാം. ലാസ്റ്റ് ഒരു തട്ടും തട്ടിക്ക്.